സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പുവരുത്താനായി LDF സർക്കാർ തുടങ്ങിയ സ്ത്രീ സുരക്ഷാ പദ്ധതി വലിയ സ്വീകാര്യത നേടി മുന്നേറുന്നു. ഇതുവരെ ലഭിച്ചത് 8,52,223 അപേക്ഷകൾ. ഡിസംബർ 22 മുതലാണ് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയത്. പ്രതിമാസം 1000 രൂപയാണ് ധനസഹായം. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള യാതൊരു ക്ഷേമ പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത അന്ത്യോദയ അന്നയോജന, മുൻഗണനാ വിഭാഗം എന്നിവയിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രതിമാസം 1000 രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങി 2 ആഴ്ച പിന്നിടുമ്പോൾ വലിയ തരത്തിലുള്ള സ്വീകാര്യതയാണ് പദ്ധതിക്ക് ജനങ്ങൾക്കിടയിലുള്ളത്. ഇതുവരെ അപേക്ഷ സമർപ്പിച്ചത് 8,52,223 പേരാണ്. ഇനിയും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർ വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയവുമുണ്ട്. കേരളത്തിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാനും ആത്മാഭിമാനത്തോടെ മുന്നേറാനുമുള്ള പദ്ധതിയായി സ്ത്രീ സുരക്ഷാ പദ്ധതി മാറുകയാണ്. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന മാതൃകയിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനി ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം നൽകുകയാണ് ചെയ്യുക. മാനദണ്ഡങ്ങൾക്കുള്ളിൽ വരുന്നുവെന്ന സത്യപ്രസ്താവന, ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവ അപേക്ഷാ സമയത്ത് ഹാജരാക്കാം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.